ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിൽ എന്ന മുദ്രാവാക്യവുമായി ചലോ LOC യാത്ര സംഘം മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നമുക്ക് സംഘത്തോടൊപ്പം തത്സമയം ചേരാം. ഏവർക്കും സ്വാഗതം. ശ്രീ രമാനന്ദ് ഓംകാരേശ്വറിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് അവിടെയാണോ? നമസ്കാരം, കേൾക്കുന്നുണ്ടോ? നമസ്കാരം, കേൾക്കാം. നമസ്കാരം. ഞങ്ങളിപ്പോൾ ഉള്ളത് ഓംകാരേശ്വരത്തിലാണ്. ഓംകാരേശ്വരത്തില് ശങ്കര ഭഗവത്പാദരുടെ 108 അടി വലുപ്പമുള്ള ശില്പത്തിന്റെ മുകളിൽ, ശില്പം എന്ന് പറയുന്നത് ശരിയാണോ എന്ന് പോലും അറിയില്ല, ഭാരതത്തിന്റെ ലോകത്തിന് മുമ്പിൽ അഭിമാനമായി ഏകതയുടെ വിഗ്രഹം എന്ന് വിളിക്കാവുന്ന ഭഗവത്പാദരുടെ ഓംകാരേശ്വരത്തിലുള്ള സ്റ്റാച്യു ഓഫ് വണ്ണസ് എന്ന് പറയുന്ന ആ മഹാ വിസ്മയത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശങ്കര ടു ശാരദ എന്നായിരുന്നു നമ്മുടെ യാത്രയുടെ പേരും ഉദ്ദേശവും ഒക്കെ. ശങ്കര ജന്മസ്ഥാനത്ത് നിന്ന് ടീത്വാളിലെ ശാരദ വരെ പോകുന്ന യാത്രയായിരുന്നു. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഓംകാരേശ്വരത്തിലാണുള്ളത്. നമ്മുടെ കൂടെ ദത്താത്രേയ ആശ്രമത്തിലെ, ഓംകാരേശ്വർ റോഡ് ദത്താത്രേയ ആശ്രമത്തിലെ ശ്രീ വിവേകാനന്ദപുരി സ്വാമികൾ ഉണ്ട്. അദ്ദേഹം 2 വാക്ക് നമ്മളോട് സംസാരിച്ചു. അദ്ദേഹം ഈ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നൽകി. അദ്ദേഹം 2 വാക്ക് സംസാരിക്കുന്നുണ്ടാവും. शंकरम शंकराचार्यम केशवम वादरायणम सूत्र भाष्कृतौ वंदे भगवंतो पुनः पुनः। ये जो यात्रा यहाँ पे आज आई है, ये आचार्य शंकर का दीक्षा भूमि स्थल है। यहाँ पे संस्कृति विभाग के द्वारा स्टैचू ऑफ वननेस, यानी स्टैचू वननेस मीन्स जीव, जगत और परमात्मा सब तीनों एक ही है, जो अद्वैत का सिद्धांत निकल करके पूरे विश्व को आंदोलित करता है। और ये जो यहाँ प्रकल्प बनने वाला है वो पूरे विश्व का मार्गदर्शन करेगा, ऐसी हमारी अपेक्षा है। ये बच्चों के द्वारा जो यात्रा, जो बुलेट्स अगेंस्ट बुलेट्स है, ये आज हमारे युवा पीढ़ी को मार्गदर्शन करती है कि आज भी इनमें देशभक्ति है, और ये देशभक्ति के लिए ही और आध्यात्मिक उत्थान के लिए, सामाजिक उत्थान के लिए ये जो यात्रा कालड़ी से और शारदा पीठ पीओको तक कर रहे हैं, इसके लिए इनको बहुत बहुत साधुवाद और बहुत आशीर्वाद है। शंकराचार्य भगवान की बड़ी कृपा है कि उनके द्वारा ये सब कार्य इतने अच्छे से हो रहा है, और ये हमारी जो सेना है उसको बहुत बल बढ़ाने वाला है। उनके द्वारा जो ये सिंदूर ऑपरेशन अभी हुआ, अभी आने वाले समय में जो चैलेंजेस है, उसके लिए हमारी युवा पीढ़ी को कितना देशभक्त होना चाहिए उनको प्रेरित भी करता है। और ये यात्रा कालड़ी से शारदा मठ तक जा रही है। ये यात्रा निर्विघ्न हो और पूरे विश्व का मार्गदर्शन करे, पूरे विश्व में शांति लाए, यही प्रार्थना। ഞങ്ങളുടെ ടീം എല്ലാവരും അദ്ദേഹത്തിനോട് ഇരിക്കുകയാണ്. ഓംകാരേശ്വരത്തിലുള്ള ശങ്കര സ്റ്റാച്യു, അതായത് സ്റ്റാച്യു ഓഫ് വണ്ണസ്, ഏകതയുടെ ശില്പം, ഭാരതത്തിലെ എല്ലാ ധർമ്മങ്ങളെയും സമന്വയിപ്പിച്ച ആചാര്യ ശങ്കര ഭഗവത്പാദരുടെ പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന ശില്പം, അതിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വലിയ സ്വീകരണമൊക്കെ നൽകിയിരിക്കുകയാണ്. ഇതിനു ശേഷം ഞങ്ങൾ ഓംകാരേശ്വരനെ കാണാൻ, അതായത് ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നായിട്ടുള്ള ഓംകാരേശ്വരനെ കാണുവാൻ വേണ്ടി പോകുന്നുണ്ടാവും. അതിനുശേഷം നർമ്മദാ സ്നാനം ചെയ്യാനാണ് പദ്ധതി. ഭാരതത്തിലെ 7 നദികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അതെ, ശ്രീ രാമാനന്ദ സ്വാമിജി സൂചിപ്പിച്ചതുപോലെ തന്നെ നിർവിഘ്നമായി ഈ യാത്ര മുന്നോട്ട് പോകണം. ഒരു ലക്ഷ്യമുണ്ട് ഈ യാത്രയ്ക്ക് എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും പുതിയ ഊർജത്തോടുകൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ആദിശങ്കരൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ എന്താണ് ശ്രീ രാമാനന്ദ് താങ്കൾക്ക് തോന്നുന്നത്? ഈ യാത്ര ആരംഭിച്ച് ഇവിടം വരെ എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതത്തിന്റെ ശരീരത്തെ, രാഷ്ട്രത്തെ ഒരു ശരീരമായി കണക്കാക്കിയ രാഷ്ട്ര ശരീരത്തിന്റെ മൂലാധാരത്തു നിന്ന് ആരംഭിച്ച് സഹസ്രാരം വരെയുള്ള ഒരു യാത്രയാണ്. ഒരു ആധ്യാത്മിക തലം അതിനുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഭാരതത്തിന്റെ ഹൃദയഭൂമി, ഹൃദയസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ആ ഹൃദയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓംകാരേശ്വര ഭൂമിയാണ്. ശങ്കര ഭഗവത്പാദരുടെ ഗുരുസ്ഥാനം ഇരിക്കുന്നത് ഈ നർമ്മദയുടെ തീരത്താണ്. ഈ ഓംകാരേശ്വരം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു ആധ്യാത്മികമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ ആധ്യാത്മികമായ ലക്ഷ്യം പൂർത്തീകരിച്ച ദിവസമാണിന്ന് എന്നാണ് തോന്നുന്നത്. ഇപ്പം ശങ്കര ഭഗവത്പാദരുടെ ജന്മസ്ഥാനത്ത് നിന്ന് ശങ്കര ഭഗവത്പാദരുടെ ഗുരുസ്ഥാനത്തെത്തി ഞങ്ങൾ നിൽക്കുകയാണ്. അവിടെ ഭാരതത്തിന്, ലോകത്തിന് മുമ്പിൽ അഭിമാനപൂർവ്വം
പ്രദർശിപ്പിക്കാവുന്ന സ്റ്റാച്യു ഓഫ് വണ്ണസ്. ലോകം ഭിന്നതയെക്കുറിച്ച്, വിഘടനവാദത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാരതത്തിന് പറയാനുള്ളത് ഏകതയെക്കുറിച്ചാണ്. ആ ഏകാത്മകതയെക്കുറിച്ചും ഏകതയെക്കുറിച്ചും സൂചിപ്പിക്കുന്ന, ഉറക്കെ പ്രഖ്യാപിക്കുന്ന വിഗ്രഹമാണ് ശങ്കര ഭഗവത്പാദരുടെ വിഗ്രഹം. അതിന് മുമ്പിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമയത്ത് മനസ്സ് ഒരുപാട് നിർഭരമാവുകയാണ്. ഒരുപാട് സ്നേഹം, ഒരുപാട് എന്താ പറയാ, പറഞ്ഞറിയിക്കാനാവാത്തത്രയും വികാര തള്ളിച്ചയിലാണ് ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നത്. അതെ, രാമാനന്ദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട്. കൃത്യമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിൽ എന്നുള്ള ഒരു മുദ്രാവാക്യവുമായാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലുപരി ഭാരതം ഈ ലോകത്തിന് നൽകുന്നൊരു സന്ദേശമുണ്ട്, സമാധാനം എന്നുള്ള സന്ദേശം. ലോകമാകെ സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. പക്ഷേ ഭാരത മണ്ണിൽ എന്ത് ആപത്തുണ്ടായാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമാകുകയല്ലേ ഈ യാത്ര. കാരണം ഞാൻ ഓർക്കുന്നു രാമാനന്ദ്, ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അതിന് വന്ന ഒരു പ്രതികരണം, എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരു വലിയ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ തുടക്കം മുതൽ തന്നെ അത് എത്ര ഗംഭീരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ശ്രീ രാമാനന്ദ്. തീർച്ചയായിട്ടും തുടക്കം മുതൽ തന്നെ വലിയ ആശീർവാദത്തോടുകൂടെ ശൃംഗേരി മഠത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ശൃംഗേരി മഠം എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തന്നു. കാലടി ജന്മസ്ഥാനത്ത് ഞങ്ങൾക്ക് വേണ്ട ആശീർവാദങ്ങളൊക്കെ ലഭിച്ചു. പോകുന്ന വഴിയിൽ അവധൂത നാഥാനന്ദജി അദ്ദേഹത്തിന്റെ എല്ലാവിധ ഒരു വലിയ അവധൂത പാരമ്പര്യം ഞങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ഒരു പക്ഷെ പറയുകയാണെങ്കിൽ ഒരു 5 സ്റ്റാർ ലഞ്ച് തന്നെ ഞങ്ങൾക്ക് തന്നു. അത്രയും ഓടി തളർന്നു വരുന്ന സമയത്ത് അത്രയും വസ്ത്രം, യാത്രയ്ക്കിടയിൽ കഴിക്കാനുള്ള കാര്യങ്ങൾ, ഒപ്പം നല്ല സുഭിക്ഷമായ ഉച്ചഭക്ഷണം, ഇത്രയും തന്ന് അതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഈ ലക്ഷ്യം പൂർത്തിയാക്കാനുള്ള അനുഗ്രഹത്തോടു കൂടിയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ഇവിടെ എത്തുന്ന സമയത്ത് സ്വാമിജി നമ്മളെ സ്വീകരിക്കാനായിട്ട് എത്തിച്ചേർന്നു. അങ്ങനെ ഭാരതത്തിന്റെ എല്ലാവിധ സ്നേഹാശിസ്സുകളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കൂടുതൽ ഓടി എത്താൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി 5 മണി, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടെ മാത്രമേ ഓംകാരേശ്വരത്ത് എത്താൻ പറ്റിയിട്ടുള്ളൂ. ഇന്നലെ ഏതാണ്ട് ഒരു 100 കിലോമീറ്ററോളം വിജനമായിട്ടുള്ള ഇടങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നു. അതൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ സന്തോഷിക്കാനുള്ള നിമിഷങ്ങളാണെങ്കിലും ആ സമയത്ത് തീർച്ചയായിട്ടും അനുഭവങ്ങളാണ്. പക്ഷെ ഞങ്ങൾ എല്ലാവരും വളരെയധികം അത് ആഘോഷിച്ചു. ആർക്കും അതിൻ്റെ ആയിട്ടുള്ള ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും പറഞ്ഞു കാണുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ ഈ യാത്രയിൽ പങ്കെടുക്കുന്നു. എന്താ പറയാ, ഒരു വരത്തിന് വേണ്ടി മാത്രം വ്രതമെടുത്തവരാണ് നാം എന്നൊരു ഗീതമുണ്ട്. ആ ഗീതത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും ഒരേ മനസ്സോടെ പരിമിതമായ സാഹചര്യങ്ങളിൽ പോലും യാതൊരുവിധ പരാതികളും പറയാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ദൈവികമായ അനുഗ്രഹമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അതെ ശ്രീ രാമാനന്ദ്, അത് മാത്രമല്ല ഈ യാത്രയിലുടനീളം ലഭിച്ച സ്വീകരണമൊക്കെ തന്നെ എടുത്തു പറയേണ്ടതാണ്. അത് എത്രത്തോളം ഭാരതത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ ഇപ്പോൾ മധ്യത്തിലെത്തി നിൽക്കുന്നു, അങ്ങേയറ്റം എത്തുന്നത് വരെ ഓരോരുത്തരും അതിനെ നോക്കിക്കാണുന്ന ആ ഒരു വികാരം, അതുതന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത് അല്ലേ. ഈ യാത്രയെ അവർ എത്രത്തോളം മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും കിട്ടുന്ന ആ സ്വീകരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും എല്ലാ സ്ഥലത്തും വലിയ തോതിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. എല്ലാവരും ഹൃദയം കൊണ്ട് ഇതിന്റെ കൂടെയാണ്. എന്തിനാ, റോഡ് സൈഡിൽ നിർത്തിയാൽ പോലും ആളുകൾ വന്നിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു, അന്വേഷിക്കുന്നു. പോകുന്നവരെല്ലാം തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. അതെ രാമാനന്ദ്, ഈ ദിവസം ഇനി വിശ്രമ ദിനം തന്നെയാണോ? ഇന്നിനി യാത്ര തുടരുന്നുണ്ടോ? ഇന്ന് യാത്ര തുടരുന്നില്ല. ഇന്ന് ഞങ്ങൾ മുഴുവൻ വിശ്രമത്തിനായിട്ട് എടുത്താണ്. ഇന്ന് ശരിക്കും ഗുണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മൂവ് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് മൂവ് ചെയ്തില്ല. ഇന്ന് ടീമിന് മുഴുവൻ ഒരു പൂർണ്ണമായ വിശ്രമം കിട്ടിയ ദിവസമാണ് ഇന്ന്. നാളെ മുതൽ വീണ്ടും പഴയ ഹെക്ടിക് ഷെഡ്യൂളിലേക്ക് മാറും. എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് എല്ലാവർക്കും സാമാന്യം നന്നായി റെസ്റ്റ് എടുക്കാൻ പറ്റി. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഓംകാരേശ്വരത്തിലെ ജ്യോതിർലിംഗ ദർശനത്തിനായിട്ട് പോവുകയാണ്. അതിനുശേഷം നർമ്മദാ സ്നാനത്തിനായിട്ട് ഒരുങ്ങും. അതെ, വളരെ നന്ദി ശ്രീ രാമാനന്ദ്, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. ബുള്ളറ്റിനെതിരെ ബുള്ളറ്റിൽ എന്ന മുദ്രാവാക്യവുമായി ചലോ LOC യാത്രാ സംഘം മധ്യപ്രദേശിലെ ഓംകാരേശ്വറിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സംഘം തത്സമയമാണ് നമ്മളോട് പ്രതികരിച്ചത്.